ഹലോ. ഹലോ. എന്തായിരുന്നു ഇന്നലെ ചോദിച്ചത്? ഞാൻ ഇന്നലെ നല്ലൊരു തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞത്. അതെ അതെ, ഇന്നലെ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല്, ഇപ്പം സാറിന്ന് ഒരു വീഡിയോ ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, ഈശോയും നല്ല പിശാചും തമ്മിൽ, സാത്താനും തമ്മിൽ യുദ്ധം ഒന്നും ഇല്ല എന്നല്ല സാർ പറഞ്ഞത്. അപ്പം ഈശോ ഭൂമിയിലേക്ക് വന്നത് സാത്താന്റെ പ്രവൃത്തിനെ തകർക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നില്ലേ? അതേതാ വാക്യം പറഞ്ഞോളൂ. ഞാൻ പറയാം, ഒരു മിനിറ്റ്. അതായത് 1 യോഹന്നാൻ 3:8. വായിക്കാൻ മാത്രം. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുത്രൻ പ്രത്യക്ഷനായത്. അത് സാത്താനോടൊരു യുദ്ധമുണ്ടെന്നാണോ അതോ പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുമെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിശാചുമായിട്ട് യുദ്ധം ചെയ്തതല്ലേ? അല്ല, യുദ്ധം ചെയ്യണം നിർബന്ധമില്ലല്ലോ. അതെ, അപ്പം ഓക്കെ, അപ്പം സാത്താനുമായിട്ടൊരു യുദ്ധം ചെയ്താൽ അത് ഇപ്പൊ പിശാചിനെ ദൈവത്തിന് നശിപ്പിക്കണമെങ്കിൽ എത്ര സമയം വേണം? പിശാചിനെ ദൈവത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു നിശ്വാസം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന വെളിപാടിൽ പറയുന്നത്. ഒരു സമയമൊന്നും വേണ്ട, നിസ്സാരമായിട്ട് നശിപ്പിക്കാൻ പറ്റും. അതെ, അപ്പൊ വളരെ ക്ലിയർ ആണ്. ഞാൻ പറയാൻ വന്ന അതിനും ബ്രദർ തന്നെ പറഞ്ഞു, അതായത് ഒറ്റ നിശ്വാസം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്നവനാണ് ദൈവം. അതെ, അപ്പൊ സാത്താനോട് യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ ദൈവത്തിന്? യുദ്ധത്തിന്റെ ആവശ്യമൊന്നും, അങ്ങനെയാണെങ്കിൽ ഒരു ബ്രദർ സംശയം, അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വചനത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഈശോയ്ക്ക് ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ട് സ്ത്രീകളിൽ നിന്ന് ജാതനായിട്ട്, അതായത് തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവിക പ്രവൃത്തി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് നമുക്ക് ക്ലിയർ ആവും അവിടെ. അതെ, അപ്പൊ ഒരു യുദ്ധം, ഒരു ആത്മീയമായ ഒരു യുദ്ധം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതായത് ഫെബ്രുവരി 2:14-15 യേശു മരണത്താൽ ദൈവത്തിന്റെ ശക്തി, അതായത് പിശാചിനെ നശിപ്പിക്കേണ്ടതിന് മനുഷ്യനായെന്ന് പറയുന്നത്. പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈശോ മനുഷ്യനായെന്ന് ഫെബ്രുവരി പറയുന്നുണ്ട്. അത് അവന്റെ തല തകർക്കാൻ തന്നെയാണെന്ന്. പിന്നെ കൊളോസിൽ പറയുന്നുണ്ട്, അതായത് അധികാരങ്ങളെ ശക്തികളെ നിരാധീകരിച്ച് അവരെ കുരിശിൽ പരസ്യമായി പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. കുരിശിൽ യേശു ക്രിസ്തു സാത്താനെ പരാജയപ്പെടുത്തി. ഓക്കെ, സാത്താനെ നശിപ്പിച്ചു, സാത്താനെ പരാജയപ്പെടുത്തിയതും സാത്താനെ ഇല്ലാതെയാക്കിയെന്ന് അനേക വചനങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ബ്രദർ പറഞ്ഞ സാത്താനെ നിശ്വാസം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന യേശു എന്തിനാണ് ഈ കുരിശിൽ ഇങ്ങനെ മരിക്കുക? അത് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്നും സാത്താനുമായി നേരിട്ടൊരു യുദ്ധമാണോ നടക്കുന്നത്? പരസ്പരം ഈക്വലന്റ് ആയിട്ടുള്ള ഒരു യുദ്ധമാണോ നടക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ സാത്താനോടൊരു യുദ്ധമാണോ നടക്കുന്നത്? യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം പോലെ തോന്നില്ലേ? വേറൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ബ്രദർ ഇപ്പൊ ഈ 3:15 അങ്ങനെ ഒരു ഡൗട്ട് തോന്നാനുള്ള വിഷയം ബ്രദർ തുടങ്ങിയത്, എനിക്ക് തോന്നുന്നു ഇന്നലെ തുടങ്ങിയത് മാതാവിന്റെ ഒരു കാര്യത്തിലായിരുന്നു അല്ലെ? അതെ, അത് മാതാവിന്റെ കാര്യത്തിലായിരുന്നു. മാതാവല്ലേ എന്നുള്ളൊരു സംഭവമായിരുന്നു പ്രധാനമായിട്ടും ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ആ ക്ലാസ്സിൽ അത് ക്ലിയർ അല്ലേ? ആ ഒരു വിഷയം ക്ലിയർ അല്ലേ? മാതാവല്ല ഇസ്രായേലാണെന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? അല്ല സാറേ, അപ്പൊ അതും എനിക്ക് സംശയമുണ്ട്, അതും കൂടി ചോദിക്കണമായിരുന്നേ. അത് ഞാനിപ്പോ രാവിലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അപ്പം ബ്രദർ എന്ന് പറഞ്ഞത് മാതാവല്ല ഇസ്രായേലാണ്, വെളിപാട് പുസ്തകത്തിലെ സ്ത്രീ എന്നല്ലേ പറയുന്നത് അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിലെ വെളിപാട് പുസ്തകത്തിലെ വെളിപാടാണ് ഇപ്പൊ സംശയം, ഉൽപ്പത്തിയാണോ സംശയം? എനിക്ക് വെളിപാട് പുസ്തകത്തിലാണ് സംശയം. ശരി, നമ്മൾ രണ്ടും സംസാരിച്ചിരുന്നു. ഉൽപ്പത്തി സംസാരിച്ചിരുന്നു, വെളിപാട് യുദ്ധത്തിന്റെ കാര്യത്തിൽ ഉൽപ്പത്തിയാണല്ലോ വരുന്നത്. യുദ്ധത്തിന്റെ കാര്യത്തിൽ. പക്ഷെ മാതാവിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ അധികം ഉൽപ്പത്തിയിൽ സംശയമുണ്ടോ? ഉൽപ്പത്തിയിലെ സംശയം എനിക്കല്ല, അതില്ല. ഞാൻ വെളിപാട് പുസ്തകത്തിലാണ് ഞാൻ കാര്യമായിട്ട് നോക്കിയത്. ഉൽപ്പത്തി ഞാൻ അങ്ങനെ വായിക്കാറില്ലാത്തൊരു പുസ്തകമാണ്. അല്ല, ഉൽപ്പത്തി 3:15 അത് മാതാവാണെന്നുള്ള ചിന്തയുണ്ടോ? എനിക്കത് അറിയത്തില്ല, മാതാവാണോ അല്ലെന്ന് എനിക്കറിയില്ല. ശരി, അല്ല ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിഷയം പ്രധാനമായിട്ട് അതായിരുന്നു. അതെ, എനിക്കത് അധികം ഞാൻ വെളിപാട് ഇങ്ങനെ പുതിയ നിയമം ഞാൻ വായിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അത്ര ഇതായിട്ട് അറിയത്തില്ല. അപ്പൊ എന്റെ സംശയം എന്ന് പറഞ്ഞാല്, ആക്ച്വലി അതെ, ഞാൻ കാത്തലിക്കാണ്. അല്ല, കാത്തലിക്സ് ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ അതൊരു പുറത്ത് നിന്നിട്ട് പറയുന്ന പോലെ ഫീൽ ചെയ്തതുകൊണ്ട് ചോദിച്ചാണ്. അതെ, അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, മാതാവില്ലേ നമ്മുടെ വെളിപാട് പുസ്തകത്തിലെ സ്ത്രീ മാതാവല്ല ഇസ്രായേലാന്നല്ലേ ബ്രദർ പറഞ്ഞേ? അപ്പൊ ഞാൻ അതിനെപ്പറ്റി ചെക്ക് ചെയ്ത സമയത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇസ്രായേലാന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നത് അത് മാതാവാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ പറയുന്നത് സഭയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ മൂന്ന് വാദവും ഞാനോട് പറഞ്ഞിരുന്നു ആ വീഡിയോയില്. അപ്പം ബ്രദർ പറഞ്ഞനുസരിച്ച് മാതാവിനെ ഇവിടുന്ന് ഒഴിവാക്കി ഇസ്രായേലിനെ ആക്കുമ്പോൾ ചില പ്രശ്നങ്ങളെ പറ്റിയാണ് എനിക്ക് സംശയം തോന്നിയത്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പം മാതാവാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ട്, അതായത് വാഗ്ദാനത്തിന്റെ പേടകത്തെ പറ്റി പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ വാഗ്ദാന പേടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതുപോലെ, ദൈവം വെറും ഇതുകൊണ്ട് എഴുതിയ ഒരു കൽപ്പനകളെ ദൈവം അതുപോലെ അലങ്കരിച്ച്, അല്ലെങ്കിൽ അതുപോലെ പ്രത്യേക രീതിയിൽ അതിനെ ഉണ്ടാക്കണം എന്നൊക്കെ ദൈവം പറയുമ്പോൾ മാതാവിനെ വിശുദ്ധയായിട്ട് സൃഷ്ടിച്ചതെന്നുള്ളതാണ് നമ്മുടെ ഒരു കത്തോലിക്ക വിശ്വാസം. അതിവിശുദ്ധിയായിട്ടാണ് മാതാവിനെ സൃഷ്ടിച്ചതെന്നാണ് വിശ്വാസം. പക്ഷെ
അത് ഇസ്രായേലിലേക്ക് ആകുന്ന സമയത്ത് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇസ്രായേൽ ദൈവത്തിൽ നടന്ന് വളരെ പാപം ചെയ്യുകയും ദൈവത്തിൽ വിഗ്രഹാരാധന നടത്തുകയും അപ്പൊ അതുപോലെയുള്ള അവിടെയൊക്കെ നിൽക്കട്ടെ. നമ്മൾ ഈ വെളിപ്പാട് 12 വായിക്കുമ്പോ നമുക്കവിടെ വളരെ ക്ലിയർ ആണല്ലോ. അത് എന്താണ് സ്വർഗത്തിലൊരു അടയാളം കാണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വായിക്കുമ്പോ അവിടെ ഇപ്പം ഇത് മാതാവാണെങ്കിൽ അതിന്റെ 6-ാം വാക്യം ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നത്. അവിടെ ആക്ച്വലി ഈശോ ഉണ്ടായ സമയത്ത് മാതാവ് മരുഭൂമിയിലേക്ക് ഈജിപ്തിലേക്ക് ഓടിപ്പോയതായിട്ട് നമുക്ക് കാണാമല്ലോ. അതാണോ എനിക്ക് സംശയം. പക്ഷെ അതിനു മുമ്പ് മുകളിലെ വചനം വായിക്കുമ്പോ അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. അപ്പോ യേശുക്രിസ്തുവിന്റെ മരണശേഷമാണ്, അല്ലെങ്കിൽ മരണോദ്ധാനത്തിന് ശേഷമാണ് അല്ലെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടതിന് ശേഷം ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അപ്പൊ നമ്മൾ അവിടെ അത് മാതാവായിട്ട് വരുമ്പോ അപ്പൊ അങ്ങനെയാണ് യോഹന്നാൻ ചതിച്ചു. യോഹന്നാൻ മാതാവിനെ നോക്കിയില്ല എന്ന് വരും അല്ലെ. യോഹന്നാനെയാണല്ലോ ഏൽപ്പിച്ചത്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സ്ത്രീ അവിടെ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കവിടെ കാണുന്നില്ല. അതാണ് ഒരു രീതിയിൽ അത് ഇസ്രായേലാണ് അല്ലെങ്കിൽ സഭയാണെന്ന് ചിന്തിക്കുന്നത്. ആദ്യത്തെ സമയത്തൊക്കെ സഭ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോയത് എന്നുള്ളത് കൊണ്ട് സഭയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പല കാര്യത്തിലും വീണ്ടും നമ്മൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് വെളിപ്പാട് പുസ്തകം പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇസ്രായേലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് യേശുവിന്റെ കാൽവരി ക്രൂശിന് ശേഷം. പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോ അതിനകത്തൊരു ഞാൻ വിചാരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നകന്ന് പാവം ചെയ്യുകയും വിഗ്രഹാരാധന നടത്തുകയും പിന്നെ ദൈവം തന്നെ പല പ്രവചനങ്ങളും ഇസ്രായേലിനെതിരെ ചെയ്ത പാപങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇസ്രായേലിൽ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ യേശുവിന്റെ അമ്മ ശരിക്കും ഇസ്രായേലാന്ന് പറയുമ്പോൾ യേശുവിനെ കുരിശി തറയ്ക്കാൻ വേണ്ടി മുറവിളി കൂട്ടിയത് ഇതേ ഇസ്രായേൽക്കാരാണല്ലോ. അപ്പൊ യേശുക്രിസ്തുവിന്റെ അമ്മ തന്നെ യേശുവിനെതിരെ മുറവിളി കൂട്ടി. യേശുക്രിസ്തുവിന്റെ അമ്മ എന്ന രീതിയിലല്ല, അതായത് വംശമുറക്കി ക്രിസ്തുവും ഇസ്രായേലിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന് വരുവാൻ, ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ, ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി ബ്രദർ. യേശു ക്രിസ്തു നമ്മളിപ്പോ ആയിരിക്കുന്ന ബ്രദറിന്റെ ഏരിയ ഏതായിരുന്നു, സ്ഥലം ഏതായിരുന്നു? എന്റെ ഏരിയ കാസർഗോഡാണ് സാർ. ഓക്കെ, നമ്മൾ ഈ കാസർഗോഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ നമ്മളിപ്പോ ആയിരിക്കുന്ന സമയത്ത് യേശു വന്നു കഴിഞ്ഞാൽ യേശു ചെയ്ത പോലെ ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രവൃത്തിയും 5,000 പേർക്ക് കൊടുക്കുന്ന പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചാൽ യേശുവിന് എന്ത് സംഭവിക്കും? യേശു കൊല്ലപ്പെടുമോ അതെയോ ഒരു വിശുദ്ധ പദവി കൊടുത്ത് നമ്മളിപ്പോ എന്ത് കാണുന്ന മനുഷ്യ ദൈവങ്ങളെ പോലെ ആദരിക്കുകയോ? അത് ഇപ്പൊ വിശുദ്ധ പദവി കൊടുത്ത് ആദരിക്കും. 2000 വർഷം മുൻപ് കേരളത്തിലോ അല്ലെങ്കിൽ ഇസ്രായേലിന് പുറകെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈജിപ്ത് പോലെയുള്ള വിഗ്രഹാരാധകരുടെ നാട്ടിലൊക്കെ യേശു വന്നു കഴിഞ്ഞാൽ, യേശു ഈ അത്ഭുതങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ യേശുവിനെ ആദരിക്കുമോ കൊല്ലുമോ? യേശുവിനെ ആദരിക്കുള്ളൂ, അവിടെ ആദരിക്കത്തുള്ളൂ. അപ്പൊ ഇസ്രായേലിൽ മാത്രമാണ്, അതായത് യഹൂദ സമൂഹത്തിന്റെ ഇടയിൽ ഇത്രയും കർക്കശമായ നിയമങ്ങളുടെ ഇടയിൽ ഇത്രയും ശക്തമായ ഒരു വിശ്വാസ സംഹിതയുടെ നടുവിൽ ക്രിസ്തു വരുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് നടപ്പിലാക്കപ്പെടുന്നത്. ഇപ്പൊ ബ്രദർ നേരത്തെ പറഞ്ഞു ഇസ്രായേലല്ലേ യേശുവിനെ കൊന്നത് അല്ലെ? യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ രക്ഷ പ്രാപിച്ചത്, ജാതിയിലായി നമ്മളെല്ലാം ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്. അപ്പൊ അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് റോമാലേഖനത്തില്, ഇസ്രായേലിന്റെ തിരസ്കാരം നമുക്ക് രക്ഷയായി മാറി. അവരുടെ തിരസ്കാരം അവർ നശിക്കാനാണോ? അല്ല, അവരും രക്ഷ പ്രാപിക്കും, കുത്തിയവങ്കിലേക്ക് തിരിയും, ക്രിസ്തുവിലേക്ക്. ഈ പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇസ്രായേലിനോട് കാര്യം നമ്മുടെ കർത്താവിനെ കാൽവരിയിൽ കൊന്നവനാണെന്നൊക്കെ ഉള്ളൊരു സംഭവം നമുക്ക് ഉള്ളില് ഒരു വൈകാരികമായ ഒരു തലം ഉണ്ടായാലും പ്രവചനങ്ങളുടെ സകല പൂർത്തീകരണവും ഇസ്രായേലുമായി ബന്ധിപ്പിച്ചിട്ടാണ്. പ്രവചനങ്ങളെല്ലാം ഇസ്രായേലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇസ്രായേലുമായി കണക്റ്റഡ് ആണ്. അതെ ബ്രദറെ, അപ്പൊ മനസ്സിലാക്കണ്ടേ, എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയല്ലേ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയല്ലേ അല്ലേ? അതെ. അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ, അതായത് ഇപ്പോഴുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുപോലെയാണ്. ഇപ്പൊ പുതിയ ഇതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തം വഴി സ്ഥാപിച്ചിട്ടുള്ള സഭയാണ് ഇസ്രായേൽ. അല്ല, ഞാൻ പറഞ്ഞു ഇത് രണ്ടും. ഇപ്പൊ ബ്രദർ, ഇപ്പൊ എന്തായാലും അത് മാതാവല്ല എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അതെ, ഇസ്രായേലാണ്. ഇത് ഇസ്രായേലാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം നമുക്ക് വരുന്നത്. ഞാൻ ആ വീഡിയോയിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈക്കിൾ കാര്യമറ്റത്തിന്റെ ഇത് തന്നെ വെച്ചിട്ട് അത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള സംഭവം സഭയാണെന്നും, എന്നാൽ കുറച്ച് ആളുകൾ അല്ല അത് ഇസ്രായേലാണെന്നും പറയുന്നു
ഇത് രണ്ട് അഭിപ്രായവും ഞാൻ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് നോക്കുമ്പോൾ അത് ഇപ്പൊ കാര്യം ഇസ്രായേൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം പുതിയ നിയമസഭയുടെ ഒരുപാട് കാര്യങ്ങൾ അത്തിമരം പൂക്കുന്നതിനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞത് അത് പഴയ ഇസ്രായേലിനെ കുറിച്ചിട്ട് അത് പ്രവചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള തലങ്ങളുണ്ട്, ഭൗതികമായിട്ടുള്ള തലങ്ങളുണ്ട്, ഫിസിക്കൽ പ്രൊഫസികളുണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രൊഫസികളുണ്ട്. അപ്പൊ ഈ സ്പിരിച്വൽ പ്രൊഫസികളും ഇതും നമ്മൾ വേർതിരിച്ച് നമ്മൾ കാണുമ്പോൾ വീണ്ടും ഇസ്രായേല് യോജിപ്പിക്കപ്പെടുമെന്നും ഇസ്രായേലിന് ഒരു രാജ്യം ഉണ്ടാകുമെന്ന് പ്രവചനത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ ഇസ്രായേലിന് രാജ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഫിസിക്കൽ ഇസ്രായേൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവചനങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് ഇസ്രായേലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രദർ പറഞ്ഞ പോലെ അത് ആത്മീയമായ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് സഭയുമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ പ്രവചനങ്ങളും ഇതുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നത്. ഓക്കെ, ഇനി ബ്രദർ ചോദിച്ച ആദ്യത്തെ സംഭവം, അതായത് അത് ഇസ്രായേൽ ആണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ബ്രദറിന് ഇപ്പോഴും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പ്രവചനങ്ങള് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലായിട്ട് ഇപ്പൊ ഇസ്രായേൽ വീണ്ടും അത്തിമരം പൂക്കും എന്ന് പറയുന്ന അത്തി ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തിമരം പൂക്കും എന്ന് ഒറ്റ സെക്കൻഡ് അപ്പൊ അത്തിമരം പൂക്കും എന്ന് വീണ്ടും പറയുമ്പോൾ അത് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ബൈബിൾ പൊതുവെ. അത് നമ്മൾ ബൈബിളിന്റെ കോർ കണ്ടന്റ് ആണ്. നമ്മൾ ഒറ്റ വാക്കിലല്ല കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോ അത് 1948 ഇസ്രായേലിന് ഒരു രാജ്യം പോലും ഇല്ലാതിരിക്കുമ്പോൾ, സ്വന്തമായ ഒരു രാജ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാതിരിക്കുമ്പോൾ, ഇനി ഒരിക്കലും ഇപ്പോ നമ്മള് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 19th സെഞ്ചുറിയിലെ ആദ്യത്തെ സമയത്ത് ഈ ഒരു സംഭവത്തിൽ ഇനി ഇസ്രായേലിന് ഒരിക്കലും ഒരു രാജ്യം ഉണ്ടാകില്ല എന്നായിരുന്നു അവരുടെ പോലും ചിന്ത. ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ചിന്തയും അങ്ങനെയായിരുന്നു. ഇസ്രായേൽ ഇനി ഒരു നേഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല, ഫിസിക്കൽ ഇസ്രായേൽ ഇനി അപ്രാപ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഫിസിക്കൽ ഇസ്രായേൽ ഇന്ന് ഉണ്ട്, അല്ലെ? ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഫിസിക്കൽ ഇസ്രായേൽ ഇല്ലേ? അപ്പൊ പഴയ നിയമ പല പ്രവചനങ്ങളും ആ ഫിസിക്കൽ ഇസ്രായേലിനെ കുറിച്ചുണ്ട്. അപ്പൊ നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയേ പറ്റൂ. ആ കാര്യത്തിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഓരോ പ്രൊഫസികളും പ്രവചനങ്ങളും ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അത് ശരിക്കും പറഞ്ഞ എസ്കറ്റോളജിക്കാണ്. കാരണം കൂടുതൽ നമ്മൾ ഭാവി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഫിസിക്കൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അതുകൊണ്ട് ഇത് ഉള്ളത് കൊണ്ട് മാത്രം ഈ ഇസ്രായേൽ രക്ഷിക്കപ്പെടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഫിസിക്കലായിട്ട് രാജ്യം ഉള്ളത് മാത്രം ഞാനല്ല ഇസ്രായേൽ രക്ഷിക്കപ്പെടും ഇസ്രായേൽ രക്ഷിക്കപ്പെടും പറഞ്ഞിരിക്കുന്നത് അതുണ്ട്. പക്ഷെ ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടില്ലല്ലോ. ക്രിസ്തുവിലേക്ക് തിരിയൂന്ന് പറഞ്ഞല്ലോ. അതെല്ലേ? അപ്പൊ അതൊന്നും വായിച്ചിട്ടില്ലേ? പക്ഷെ ഇതുവരെ അവർ തിരിഞ്ഞിട്ടില്ലല്ലോ. എന്റെ പൊന്നു ബ്രദർ, അത് ഏത് സമയത്താണെന്നത് ആ ബൈബിളിൽ തന്നെ ഇല്ലേ? ഏത് സമയത്താണ് അവർ തിരിയുന്നത്? ഏത് സമയത്താണ് തിരിയുന്നത്? ഇപ്പഴാണോ തിരിയുന്നത്? അതെനിക്ക് അല്ല, ഇപ്പോൾ ഉള്ള അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് രക്ഷിക്കപ്പെടും ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ള ആൾക്കാർ, ഇപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാർ തിരിയുന്നതിന് മുമ്പ് അല്ലെ അവര് ക്രിസ്തുവിലേക്ക് തിരിയുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ തിരിയാത്ത അത്രയും കാലം രക്ഷിക്കപ്പെടില്ലല്ലോ. അല്ല, ക്രിസ്തുവിനെ അറിയാതെ അവരൊരിക്കലും രക്ഷ പ്രാപിക്കില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ? അതിനെ കുറിച്ച് തർക്കമില്ലല്ലോ. തർക്കമില്ല. ഇപ്പോഴാണെങ്കിലും അവർ ഈ അധികം പേരും കുറെ പേരൊക്കെ ഈ ലിബറലായിട്ടും ലെഫ്റ്റ് ലിബറൽ ആളുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഞാൻ അധികം കാണുന്നത് ഇവരെ. അതെ, അല്ല, എല്ലാ തരത്തിലും നമ്മൾ ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്. അവിടെ വേറെ ഒന്നും പറയാനില്ല നമുക്ക്. കാരണം ഫിസിക്കലി ഞാനിവിടെ പറഞ്ഞത് അവര് ക്രിസ്തുവിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രദർ, അത് ആ ഒരു ടെൻഷനും കൊണ്ട് ശ്രദ്ധിക്കാത്തതായിരിക്കും. അതായത് യേശു അവർ കുത്തിയവങ്കിലേക്ക് തിരിയും, അതിനുശേഷം അവർ രക്ഷിക്കപ്പെടുമെന്നാണ് ഇസ്രായേലിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ റോമാലേഖനം 11 അധ്യായം വായിക്കുമ്പോൾ അതിന് 25 മുതൽ സഹോദരരെ ജ്ഞാനികളെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടത് നിങ്ങൾ ഇത് രഹസ്യം മനസ്സിലാക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ, സിയോനിൽ നിന്നും വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിന്റെ അധർമ്മം അകറ്റിക്കളയും. അപ്പൊ ഇത് എനിക്ക് അതിനകത്ത് നോ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന് അപ്പോസ്തലൻ കൃത്യമായിട്ട് ദൈവാത്മാവിൽ എഴുതുമ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും അതിനകത്ത്? അപ്പൊ അത് ഫിസിക്കൽ ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്, അല്ലാതെ സ്പിരിച്വൽ ഇസ്രായേലിനെ കുറിച്ചിട്ടാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതെ, അതല്ല, അത് ഫിസിക്കൽ ഇസ്രായേലിനെ പറ്റി തന്നെയായിരിക്കും. അപ്പൊ ആ ഫിസിക്കൽ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രൊഫസികളുണ്ട്. ആ പ്രൊഫസികൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലും കൂടി നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ആത്മീയ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മളാണ്. ഓക്കെ, എനിക്ക് ബ്രദറിന്റെ ആശയത്തോടെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സഭയും പീഡനങ്ങളിലൂടെ പോയി, സഭയും കഷ്ടതകളിലൂടെ പോയി, ഇതെല്ലാം ഓക്കെയാണ് നമുക്ക്. പക്ഷെ അതേസമയം നമ്മൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്
ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്. ഓക്കെ. ഓക്കെ. പിന്നെ ബ്രദർ തുടക്കം പറഞ്ഞൊരു കാര്യം, അതായത് ദൈവത്തിന് സാത്താനുമായ ഒരു യുദ്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇത് ശരിക്കും ദൈവത്തിന് സാത്താനുമായ യുദ്ധമാണ്, നിരന്തര യുദ്ധമാണെന്നുള്ള ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് മാനിക്കയൻ. അപ്പൊ ആ മാനിക്കയൻ സിദ്ധാന്തത്തിലാണ് ഇങ്ങനെ ചിന്തിച്ചിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് സെയിന്റ് അഗസ്റ്റിനാണ് പറയുന്നത്. നമ്മൾ ചില ആൾക്കാരെ വെല്ലുവിളിക്കുന്നത് ധൈര്യോടെ നീ ഒറ്റയ്ക്ക് പാടാന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ദൈവം പറഞ്ഞ ദൈവം പിശാചും തമ്മിൽ മറ്റേ യാതൊരു താരതമ്യത്തിനും പോലും ഇതില്ല. ദൈവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ അസ്തിത്വം പോലും ഇല്ലാതാക്കാൻ പറ്റുന്നത്ര ശക്തനായിരിക്കും ദൈവം എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് യുദ്ധം നമുക്കാണ് തന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം ബ്രദറിനും എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുന്ന സകലർക്കും പിശാചിനോട് യുദ്ധമാണ്. അപ്പൊ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനത്തെ യുദ്ധത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ പോലും ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഹിതരും ഇവരെല്ലാവരുമാണ് യേശുവിനെ എന്ത് ചെയ്തിരുന്നത്? യേശുവിനെതിരെ വാഗ്വാദങ്ങളും തർക്കങ്ങളുമായിട്ട് കടന്നു വന്നിരുന്നത്. അപ്പൊ ആ തർക്കങ്ങളും ആ മേഖലയിൽ നമുക്ക് കാണാം. പിന്നെ ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷിക്കപ്പെട്ടില്ലേ? പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടില്ലേ? പക്ഷെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോ ഒരു അല്പം പോലും പിശാചിന് ഇങ്ങോട്ട് ഒരു യുദ്ധം പോലും കാണുന്നില്ല. പിശാച് അവനെ എങ്ങനെ പരീക്ഷണത്തിൽ ഉപായത്തിൽ ചതിക്കുക എന്ന് മാത്രമാണ് അവൻ ശ്രമിച്ചത്. അവിടെയെല്ലാം ക്രിസ്തു കൃത്യമായി ദൈവവചനം എടുത്തു വെച്ചിട്ട് അവനെ തകർത്തു. അതെ, അതൊരു യുദ്ധമല്ലേ സാറേ? അല്ല, അതാ യുദ്ധം എന്ന് പറയാൻ അതാ പറഞ്ഞത്. ഇതൊന്നും യുദ്ധം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അതിനാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം ബ്രദർ തന്നെ പറഞ്ഞത്, കർത്താവിന് ഇതിനോട് യുദ്ധം ചെയ്യേണ്ട യാതൊരുവിധ ഞാനൊരു കാര്യം ചെയ്യാം. ബ്രദർ ഇപ്പൊ ഈ പറഞ്ഞ വിഷയം എന്താണ്, നമ്മളിപ്പോ ഈ ഒരു വിഷയത്തില് നമ്മളുടെ ഒരു അഭിപ്രായത്തെക്കാൾ കൂടുതൽ സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിന് ഭയങ്കരമായിട്ട് വാല്യൂ ഉണ്ടല്ലോ. അതെ ബ്രദറെ, പക്ഷെ ഞാൻ സഭാപിതാക്കന്മാർ മാത്രമല്ല, ഞാൻ എന്റെ ഒരു ചിന്ത മാത്രമല്ല, അത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷെ എന്റെ ഒരു ചിന്തയെ പറ്റി ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ബൈബിൾ വചനം ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബൈബിൾ വചനത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സഭാപിതാവായിട്ടുള്ള ഈ പറയുന്ന സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞ ആ വിഷയം നമുക്ക് വെറുതെ കറക്റ്റായിട്ട് കേട്ടത്. ദൈവത്തെ ഒന്ന് മുറിവേൽപ്പിക്കാന്ന് കൂടി ചിന്തിക്കാൻ പോലും സാധാരണ പറ്റില്ല. അങ്ങനെ ഞാൻ വേർഡ് ഒന്നുകൂടി ഞാൻ വായിക്കാം, ജസ്റ്റ് ആ ബുക്ക് ഒന്ന് വായിക്കാം. അതായത് അതിന്റെ ചാപ്റ്റർ 3 തോന്നുന്നു. ഒരു സെക്കൻഡ്, ചാപ്റ്റർ 7 ആണ്. ഓക്കെ, ദ കൺഫെഷൻ എന്ന് പറയുന്ന ബുക്ക് ചാപ്റ്റർ 7 ആണ്. അപ്പൊ അതിന്റെ അകത്ത് മാനിക്കയും സൈദ്ധാന്തികർ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെടുന്നവരുമായിരുന്നു. അവർ മൂകരായ വായാടികളായിരുന്നു. അവരുടെ വായിൽ നിന്ന് വീണ ജൽപ്പനങ്ങൾ അങ്ങയുടെ വചനങ്ങളല്ലായിരുന്നു. അവരുടെ വാദമുഖങ്ങൾ ഖണ്ഡിക്കാൻ പണ്ട് കാർത്തേജിൽ നെബദ്രിയൂസ് ഉന്നയിച്ച എതിർവാദം ആവശ്യത്തിന് മതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായ വാദം കേട്ട് ഞങ്ങൾ അതിശയിച്ചു പോയി. കേട്ടവരെല്ലാം ഒരേ സമയം അന്തം വിട്ടു. ഇത് പറയുന്നത് സെയിന്റ് അഗസ്റ്റിൻ മാനിക്കയ സിദ്ധാന്തത്തിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതായത് സെയിന്റ് അഗസ്റ്റിൻ ചിന്തിക്കുന്നത് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ ക്രിസ്തുവിന് സാത്താനുമായി അല്ലെങ്കിൽ ദൈവത്തിന് സാത്താനുമായി നേരിട്ടൊരു യുദ്ധമുണ്ട്, ആ യുദ്ധത്തിലാണ് ദൈവം ഇതൊക്കെ ചെയ്തത് എന്ന് ചിന്തിക്കുന്ന മാനിക്കയൻ സൈദ്ധാന്തിക ആ വാദത്തിൽ തന്നെയായിരുന്നു സെയിന്റ് അഗസ്റ്റിൻ എന്നും കൂടി മനസ്സിലാക്കുക. അതിന്റെ അടിമയായിരുന്നു പുള്ളി. ആ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് നെബദ്രിയൂസ് അദ്ദേഹം ഉന്നയിച്ചൊരു വാദം, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ പറയുന്ന അന്ധകാര ശക്തികളോട് സമരം ചെയ്യാൻ ദൈവം വിസമ്മതിച്ചാൽ എന്ത് ചെയ്യും? അതായത് ഈ പറയുന്ന അന്ധകാര ശക്തികളോട് സമരം ചെയ്യാൻ, ഒരു യുദ്ധം ചെയ്യാൻ ദൈവം വിസമ്മതിച്ചാൽ, കർത്താവ് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ശക്തികൾക്ക് അങ്ങേ അല്പമെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുമെന്ന് അവർ ഉത്തരം പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് സാത്താന് യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും തൊടാൻ പറ്റുമോ? അത് പറ്റില്ലായിരിക്കും. യേശുവിന്റെ ഒരു മുടിനാരെങ്കിലും തൊട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോഴാണ് ബ്രദർ നേരത്തെ ചോദിച്ചൊരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നത്. അപ്പൊ ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുകയാണ്, അവൻ നിന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. അല്ല, അങ്ങനെയല്ലേ വായിച്ചത്? അവൻ നിന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. അപ്പൊ ഈ ഒരു കാര്യം എന്താണ് എന്നുള്ളത് കൂടെ നമുക്ക് അവിടെ നിന്ന് ചിന്തിച്ചു പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഇദ്ദേഹം പറയുന്ന കാര്യം ക്ലിയർ ആണ്. അവരോട് യുദ്ധം ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം അങ്ങേക്കൊരു പോറൽ പോലും ഏൽക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യേണ്ടത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷൻ ഇദ്ദേഹം പറയുന്ന ഒരു സാധനമുണ്ട്. അവരുടെ എല്ലാ വാദങ്ങളും വികലവും അപലപനീയമായി തീരും. എന്നാൽ അങ്ങ് ക്ഷയത്തിന് അതീതനാണെന്ന് അവർ പറഞ്ഞാൽ ആ പ്രസ്താവന വൈരുദ്ധ്യവും അബദ്ധജടിലവുമാണ്. അതായത് ദൈവത്തിന്റെ അസ്തിത്വത്തിന്, സത്തയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധജടിലമായി കഴിഞ്ഞു തന്നെ. പിന്നെ അതിനകത്ത് യാതൊരു സംഭവിക്കത്തില്ല. പക്ഷെ എന്നാന്ന് വെച്ചാല് ദൈവവുമായിട്ട് അത് തന്നെ എനിക്ക് സംശയം വരുന്നേ. അപ്പൊ ദൈവമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും ഇല്ല. അതായത് ദൈവത്തിന് യാതൊരു സാത്താനെ വിശ്വാസം കൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി വരെ പറ്റുന്ന ദൈവം. പിന്നെ നമ്മളെ ബ്രദർ പുണ്യാത്മാരുടെ ഐക്യം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വിശ്വസിക്കുന്നുണ്ടോ?
കത്തോലിക്ക സഭയിലെ. നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ ഈ വിഷയത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയണം. അപ്പം നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം എന്താ അറിയോ, യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളിപ്പോ ശരീരം സ്വീകരിച്ച് ശരീരത്തിൽ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോ ക്രിസ്തു നമുക്ക് കാണിക്കുന്ന ഒരു മാതൃകയുണ്ട്. നമുക്കിത് കഴിയും. എങ്ങനെ? യേശുക്രിസ്തു നമ്മളെ പോലെ തന്നെ സ്വന്തം സഹോദരരോട് അനുരൂപപ്പെട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. പാപമൊഴികെ സകല കാര്യത്തിലും നമ്മോട്. അപ്പൊ സ്റ്റിൽ എനിക്കും നിങ്ങൾക്കും ഇത് സാധിക്കും. ഈ സാത്താനോടുള്ള യുദ്ധം ഇത് കാണിച്ചു തരാൻ ക്രിസ്തുവിന് ഏറ്റവും ശക്തമായ മാർഗം എന്ന് പറയുന്നത് അവൻ ഈ ഭൂമിയിൽ വന്ന് അത് ചെയ്ത് കാണിച്ചു തന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ചെയ്യുന്ന ആത്മീയ പ്രവൃത്തിയിൽ വലിയൊരു കാര്യം നമുക്ക് ഒരു ബോധ്യം നൽകുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് അവിടെ നിന്ന് ഒരു നിശ്വാസം കൊണ്ട് സാത്താനെ നശിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതൊരു സെക്കൻഡ് കൊണ്ട് കഴിയുമെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. യേശു തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഞാനൊന്ന് ആജ്ഞാപിച്ച ദൂതന്മാരുടെ ഒരു വലിയ ഗണം തന്നെ വന്ന് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ സ്വയമേ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഇതെല്ലാം ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ട് ഇതിന്റെയൊക്കെ ഒരു ബോധ്യം നമുക്ക് തരികയാണ്. സ്റ്റിൽ നിങ്ങൾക്കും എനിക്കും സകലർക്കും ഇത് സാധിക്കും, ആർക്കും അസാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത്, സാത്താന്റെ കുടിലതന്ത്രങ്ങൾക്കെതിരെയുള്ള സകല ആയുധങ്ങളും നിങ്ങൾ ധരിപ്പിൻ, സുവിശേഷത്തിന്റെ പാദരക്ഷകൾ നിങ്ങൾ ധരിപ്പിൻ, അല്ലെ? പാദരക്ഷകൾ നിങ്ങൾ ധരിക്കുക. അപ്പൊ സുവിശേഷമാകുന്ന പാദരക്ഷകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്തു നമ്മളെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ആർമി ആക്കുകയാണ്. അതിന്റെ ഒരു സെലക്ഷനാണ് നടക്കുന്നത്. അയക്കപ്പെടുകയാണ് നമ്മളെ. ഇനി എന്താണ് ഇനി കുതുകാലിൽ പരിക്കേൽപ്പിച്ചത്? അല്ല ബ്രദർ, ഒറ്റ സംശയമല്ല, ഇതോട് കണ്ടിന്യൂ ചെയ്തു പറയട്ടെ. അതായത് ദൈവം നമ്മളെ സാത്താനുമായിട്ട് എതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ സാത്താനുമെതിരെയാണ് യുദ്ധമായതുകൊണ്ട് നമ്മളെ ദൈവത്തിന്റെ ആയുധങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്താനാണ് യേശുക്രിസ്തു വന്നത് ബ്രദർ പറഞ്ഞത്. സാത്താന്റെ തല തകർക്കുക എന്നുള്ളതും ബലി അർപ്പിക്കുക എന്നുള്ളതും ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ അത്രയും ഡീപ്പായിട്ട് പറഞ്ഞു പോയാൽ ബ്രദർ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ എത്ര പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞത്. ആ യുദ്ധം നമ്മളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ അതിന്റെ വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ചത്, അല്ലേ? അത് മാത്രമല്ല, അതൊരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു ബിരിയാണി കഴിക്കുകയാണ്. അപ്പൊ ബിരിയാണിയുടെ അകത്ത് റൈസ് മാത്രമേ ഉള്ളോ? അല്ല, അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ യേശു വന്നതിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്, ആ യുദ്ധം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് ക്രിസ്തു പോകുന്നത്. നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരോട് ഒരു അടയാളം ഉണ്ടായിരിക്കും, പിശാചുക്കളെ ബഹിഷ്കരിക്കും. എങ്ങനെ? ആ യുദ്ധം നമ്മളെ ഏൽപ്പിക്കുകയാണ്. അതേ പറഞ്ഞത്. അപ്പോൾ സംശയമാണ്, അപ്പൊ നമ്മളാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അത് യേശു തന്നെ ചെയ്യുന്ന പോലെയല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ഭൗതികമായ ശരീരമാണ് സഭയെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് യേശുവിനോട് തന്നെയല്ലേ എപ്പോഴും ആണെങ്കിലും സഭയോട് സഭയിലെ ആൾക്കാർ അല്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചിന്തയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ കറങ്ങി ചിന്തിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. അതായത് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം തന്നെയല്ലേ? അപ്പൊ ഓരോ അവയവങ്ങൾക്കും ഓരോ കടമ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഓരോ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നു. അതും നമ്മളും സാത്താനെ ബഹിഷ്കരിക്കുന്നത് നമ്മുടെ കഴിവിലല്ല, ക്രിസ്തുവിന്റെ കഴിവിൽ തന്നെയാണ്. അപ്പൊ കർത്താവിന്റെ വരത്തിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ കർത്താവ് തന്നെയാണ് അവനെ തകർക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യം ചെയ്യുന്നത്. എന്ന് കരുതി സാത്താൻ അവനോടോ എന്തെങ്കിലും യുദ്ധം, ഇവ തമ്മിൽ പരസ്പര യാതൊരു യുദ്ധവും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ല ബ്രദർ, അപ്പൊ നമ്മൾ സാത്താനോട് സഭയായിട്ടുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മൾ സാത്താനെതിരെ സമരം ചെയ്യുമ്പോഴും അതൊരു സമരം എന്ന് പറഞ്ഞ യുദ്ധം തന്നെയാണല്ലോ. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു ആത്മീയമായ യുദ്ധം നമ്മൾ സാത്താൻ തമ്മിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു പോലെ തന്നെയല്ലേ? ഉൽപ്പത്തി പുസ്തകം 3:15 വായിക്കാമോ? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഇത് വായിച്ചിട്ട് എന്താ മനസ്സിലായേ? നീയും സ്ത്രീയും തമ്മിൽ, അതായത് സർപ്പത്തിനോടല്ലേ പറയുന്നേ? സർപ്പത്തിനോടാ പറയുന്നത്. അപ്പൊ നീയും സ്ത്രീയും തമ്മിൽ, പിന്നെ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. അപ്പൊ അവിടെ നമ്മളവിടെ മാതാവിനെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, മാതാവും യേശു. ഇവിടെയാണ് നമുക്ക് ഈ കാര്യം വലിയ അബദ്ധത്തിലേക്ക് പോകുന്നത്. അപ്പൊ യേശു വന്നത് സാത്താനയോട് യുദ്ധം ചെയ്യാനാണ്, ശത്രുതയാണ് എന്നുള്ള സംഭവങ്ങളിലേക്കൊക്കെ കടന്നു വരികയാണ് ഈ കേസ്. മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാൽ സാത്താൻ എപ്പോഴും ശത്രുത ഉണ്ടായിരുന്ന ഇസ്രായേലിനോടാണ്. അത് ബൈബിൾ ഇസ്രായേലിനോട് മാത്രം നമുക്ക് പറയാൻ പറ്റും. അതായത് മനുഷ്യനാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനുള്ളോട് എല്ലാ മനുഷ്യരിലും ശത്രുതയല്ലേ? അതായത് നമ്മളതിനെ പഠിച്ച ഓരോ സ്റ്റെപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദത്തെയും ഹവ്വയാണ്. അതെ. സാത്താൻ അതിനെ തകർത്തു, പാപം ചെയ്ത് അവര് ദൈവികമായിട്ടുള്ള സംഭവത്തിൽ നിന്നും അകന്നുപോയി. അപ്പൊ ആദ്യത്തെ യുദ്ധം. പിന്നീട് അങ്ങോട്ട് നോഹയുടെ കാലം വരെ നമ്മൾ നോക്കുക.
നോഹയുടെ കാലം വരുമ്പോഴേക്കും ഏതാണ്ട് മനുഷ്യകുലം മുഴുവൻ പാപത്തിന് അടിമയായി കഴിഞ്ഞു. അവിടുന്ന് നോഹയെ മാത്രം സംരക്ഷിച്ചു, ദൈവം വിടുവിച്ചു. വീണ്ടും ഒരു ശുദ്ധീകരണം നടന്നു. പക്ഷെ പിന്നെയും സാത്താൻ മനുഷ്യകുലത്തെ തകർത്തു. അപ്പോഴാണ് ദൈവം പുതിയൊരു പദ്ധതിയല്ല, ആ പദ്ധതിയുടെ പൂർത്തീകരണം അബ്രാഹത്തെ വിളിക്കുന്നു. അബ്രാഹത്തിനൊരു വാഗ്ദാനം കൊടുക്കുന്നു. അത് നമ്മൾ ഗലാത്യ ലേഖനത്തില് 3:16 വായിക്കുന്നുണ്ട്, സന്തതിയെ കുറിച്ച്. അത് വായിച്ചിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഞാൻ വായിച്ചിട്ടില്ല. അതൊന്ന് വായിക്കാമോ? ഗലാത്യ 3:16. ഗലാത്യ 3:16. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഓക്കെ, അപ്പൊ ഇത് അബ്രാഹത്തിന് കൊടുത്തൊരു വാഗ്ദാനമാണ്. അബ്രാഹത്തിന് ദൈവം കൊടുക്കുമ്പോ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സന്തതികൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു വാക്കിനെ എടുത്തിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഒരു അപ്പോസ്ട്രോഫി എസ് അല്ലെങ്കിൽ ഒരു വള്ളി, സന്തതികൾക്ക് എന്നുള്ള സംഭവം സന്തതിക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ സന്തതിക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ സന്തതി എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന് 2 സന്തതികളെ ഉദ്ദേശിച്ചോ? സന്തതിക്ക് അല്ല, ഏക സന്തതി. അതല്ലേ ഇസ്മായേലും മറ്റേ ഇതുമല്ലേ, ഇസ്മായേലും ഇസഹാക്കും. അത് വാഗ്ദത്ത സന്തതി ഇസഹാക്ക് മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത്, വാഗ്ദാനം ലഭിച്ചത് അബ്രഹാമിനാണ്. ആ വാഗ്ദത്ത സന്തതിയാണ് അവിടെ ക്രിസ്തു. സോറി. അപ്പൊ ഈ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ക്രിസ്തു ആണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി നമ്മൾ 33:15 വായിച്ചത് എന്തുവാ? നിന്റെ സന്തതിയും അവന്റെ സന്തതിയും. അപ്പൊ ഈ സന്തതി എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചിട്ടാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇനി ആ വാഗ്ദാനം എന്താണെന്നുള്ളത് നമ്മളിവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അത് ഇസ്രായേലുമായിട്ടുള്ള വാഗ്ദാനമാണ്. ഗലാത്യ 3:16 പറയുന്നത് ആ വാഗ്ദാനമോ അത് ഇസ്രായേലിനോടുള്ള വാഗ്ദാനമാണ്. അതായത് അബ്രഹാമിനുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ള വാഗ്ദാനമല്ലേ? നിന്നിൽ അനേക ജനതകൾ മാറും, നിന്നെ ഞാൻ മണൽത്തരികൾ പോലെയാക്കും, നിന്റെ സന്തതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം പോകുന്നേ. ആ വാഗ്ദാനം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ, 12 മക്കൾ, ആ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്കാണ് ആ വാഗ്ദാനം കടന്നു പോകുന്നത്. അപ്പൊ ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഗലാത്യ ലേഖനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3 പറയുന്ന നിന്റെ സന്തതിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരിക്കലും മാതാവല്ല, അത് ഇസ്രായേൽ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഇസ്രായേലിനെ തകർക്കുകയായിരുന്നു പിന്നെ സാത്താന്റെ പ്രഥമ ലക്ഷ്യം. നമ്മൾ പഴയ നിയമം മുഴുവൻ, അതായത് പുറപ്പാട് പുസ്തകം തുടങ്ങി ഇങ്ങോട്ട് താഴോട്ട് മലാക്കി പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ക്ലിയർ ആണ്. അത് എല്ലാ രീതിയിലും എതിർ രാജാക്കന്മാരാകട്ടെ, ഇപ്പൊ ഗോലിയാത്തിന്റെ ഒക്കെ യുദ്ധം നമുക്കറിയാലോ, ഗോലിയാത്തൊക്കെ വരുന്നതും, അല്ലെങ്കിൽ അസീറിയക്കാരാകട്ടെ, ഇപ്പം എല്ലാ രാജ്യങ്ങളും, സകല രാജ്യങ്ങളും ഇസ്രായേലിനെ ശത്രു തരത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും ഫിസിക്കൽ ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ കാണുന്ന പോലെ തന്നെയായിരുന്നു അന്നും ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആ ശത്രുത്വം എപ്പോഴും സാത്താനിൽ നിന്നാണ് ശത്രുത്വം വരുന്നത്. ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. 12 ഗോത്രങ്ങളെയും വിഭജിച്ചു പല രീതിയിൽ. പ്രത്യേകിച്ച് സമരിയനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ? സമരിയയിലേക്ക് പ്രശ്നം എന്തായിരുന്നു? സമരിയ ജാതികളായിട്ടാണല്ലോ ഇസ്രായേൽ കണക്കൂട്ടുന്നത്, പ്രത്യേകിച്ച് യഹൂദര്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കണക്കൂട്ടുന്നത്? അതെന്താ വെച്ചാൽ സോളമന് ശേഷം ജൂദയ സമരിയ എന്നുള്ള 2 രീതി വിഭജിക്കപ്പെട്ടു. ആ വിഭജനം കഴിഞ്ഞിട്ട് ഈ സമരിയയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? അത് ലോസ്റ്റ് ഇസ്രായേലിനല്ലേ പറഞ്ഞത്, അത് നഷ്ടപ്പെട്ടു പോയി എന്നല്ലേ പറഞ്ഞത്? അല്ല, അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ ഈ സമരിയയിൽ അസീറിയൻ രാജാക്കന്മാർ വന്നിട്ട് കീഴടക്കി. അസീറിയൻ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരിക്കലും ഇതിന്റെ ജനറ്റിക് ഫോളോപ്പിനെ കീപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം കീഴടക്കി കഴിഞ്ഞാൽ അവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ അവർ കൊണ്ടുപോകും, വേറൊരു സ്ഥലത്ത് പോയി പാർപ്പിക്കും. അവർ തന്നെ കീഴടക്കിയ വേറെ ഏതെങ്കിലും വിജാതീയ രാജ്യത്ത് കൊണ്ടുപോയി പാർപ്പിക്കും. എന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ അവിടെ നിർത്തും, അവിടുത്തെ പുരുഷന്മാരെ വേറെ സ്ഥലത്തേക്ക് മാറ്റും. ഇങ്ങനെ പുരുഷന്മാരെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി, ഇങ്ങനെ ഈ രീതിയിൽ ജനറ്റിക് ഓർഡറിനെ ഡിസോർഡർ ആക്കും. അപ്പൊ ഇതാണ് സമരിയക്ക് പറ്റിയത്. അതുകൊണ്ടാണ് സമരിയ ജെന്റൈൽസ് ആണെന്ന് യഹൂദര് കരുതിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ സാത്താൻ എന്ത് ചെയ്തിരുന്നു? സകല 12 ഗോത്രത്തിന്റെയും സകലത്തിനെയും നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ ബൈബിള് സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. യൂദയായെ മാത്രം തൊടാൻ ദൈവം സമ്മതിച്ചില്ല. യൂദയായുടെ അടുത്തോട്ട് അസീറിയൻ രാജാക്കന്മാർ വരുമ്പോഴും ദൈവം തന്നെ യുദ്ധത്തിനിറങ്ങി വചനത്തിൽ കിടക്കുന്നത്. ദൈവം തന്നെ ആ അസീറിയക്കെതിരെ യുദ്ധം ചെയ്തു.
കാരണം യൂദയെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യൂദയെ കുറിച്ച് ഒരു പ്രവചനം കിടക്കുന്നുണ്ട്. യൂദ ചെങ്കോൽ നിന്നെ വിട്ടു പോകത്തില്ല. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവിടെ ഒരു ജനറ്റിക് ഡിസോർഡർ വരാനോ യാതൊരു വിധത്തിലൊരു പ്രോബ്ലം വരാനോ ദൈവം സമ്മതിച്ചില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് അവിടെ വചനം പറഞ്ഞു പോയിരിക്കുന്നത്. നമ്മളവിടെ പഴയ നിയമം ഇപ്പൊ ഞാനിപ്പോ ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കുകയാണത്. കാരണം പഴയ നിയമത്തിൽ ഒരുപാട് വചനങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് അവിടെ. അപ്പൊ സാത്താന് നിരന്തരമായി യുദ്ധം ഉണ്ടായിരുന്നത് ഇസ്രായേലിനോടാണ്. കാരണം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് അവന്റെ ലക്ഷ്യമായിരുന്നു. കാരണം വാഗ്ദത്ത സന്തതി ഇസ്രായേലിൽ നിന്നും, പ്രത്യേകിച്ച് യൂദായിൽ നിന്നും, യൂദായിലെ ബെത്ലഹേമേ ഇതിനെ കുറിച്ചുള്ള പ്രവചനം, അത് ഇവിടെയൊക്കെ പറയുന്ന മിക്കാലൊക്കെ പറയുന്ന പ്രവചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഇതിങ്ങനെ തകർക്കാം എന്നുള്ളതിനെ കുറിച്ച് ശക്തമായി സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സാത്താൻ അവിടെ എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രായേലിനോടായിരുന്നു. എന്നാൽ ഈ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തതുപോലെ യഹോവ തന്നെയാണ്. ബ്രദർ, ഈ ആശയത്തിൽ നമ്മളിത് മനസ്സിലാക്കുമ്പോഴും സാത്താനോട് എന്തില്ല, ദൈവത്തിന്. അത് നമുക്ക് ബ്രദർ തുടക്കം തന്നെ അതിനുള്ള ലൂപ്പ് ബ്രദർ തന്നെ ഇട്ടിരുന്നു. കാരണം ഒറ്റ നിശ്വാസം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന സാധനത്തെ. അതെ, പിന്നെ വേറൊരു വചനം കൂടെ ഉണ്ട്, നിങ്ങൾ നിശബ്ദരെ എഴുതാൻ മതി, കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂന്നല്ലേ പറയുന്നത്. ഒരുപാട് വചനങ്ങളുണ്ട്, ഒത്തിരി വചനങ്ങളുണ്ട്. അത് നമ്മളിപ്പോ യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള വചനങ്ങളുണ്ട്. ഇപ്പോ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത കാര്യത്തിൽ പറയുമ്പോ ദൈവം അതോർത്ത് പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു കല്ലയിൽ പോയിരുന്നിട്ട് തലയിലും കൈ വെച്ച് മുകളിലോട്ട് നോക്കി, എന്റെ കള്ള നിന്നെയൊക്കെ തെരഞ്ഞെടുത്തതില് എന്താ അബദ്ധമായിപ്പോടാതെ ദൈവം ചെയ്തതാണോ അവിടെ നമ്മൾ ചിന്തിക്കുന്നേ? അതെ, ഏകദേശം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നേ. കാരണം ദൈവത്തിന് ഒരിക്കലും പശ്ചാത്തപിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ അസ്തിത്വത്തിന് പശ്ചാത്തപിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന് പറ്റുമായിരിക്കും. കാരണം ദൈവത്തിന്റെ സാദൃശ്യം ബൈബിള് ശരിക്കും ദൈവത്തിന് വേണ്ടി എഴുതിയതാണോ മനുഷ്യന് വേണ്ടിയിട്ട് എഴുതിയതാണോ? മനുഷ്യന് വേണ്ടി എഴുതിയാണ്. ഞാൻ കൊറിയ ഭാഷയിൽ ഒരു ബൈബിള് തന്ന ബ്രദറിന് മനസ്സിലാവോ? ഇല്ല, മനസ്സിലാവില്ല. എന്തുകൊണ്ട്? എനിക്ക് കൊറിയ അറിയാത്തോണ്ടാ. ഓക്കെ, അപ്പൊ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് തന്നാമല്ലേ ഇത് കാര്യം മനസ്സിലാകത്തുള്ളൂ. അതെ അതെ. അപ്പൊ മനുഷ്യൻ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അവിടെ എഴുതണം പശ്ചാത്തപിച്ചു എന്ന് തന്നെ എഴുതണം. അതെ, അതായത് ദൈവത്തിന് മനുഷ്യന്റെ ആയിട്ടുള്ള ഓരോ സ്വഭാവമുണ്ട്. കോപിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഇതെല്ലാം കോപിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാക്കുകൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാ, എനിക്കിത് അണ്ടർസ്റ്റുഡ് ആവണം, അല്ലെ? ദൈവത്തിന്റെ ശരീരഭാഷയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ രീതിയോ കാര്യങ്ങളോ ആ രീതി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോ അതിനോട് സമപ്പെടുത്തിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ദൈവം മോളിൽ നിന്ന് നേരിട്ടാണോ ബൈബിൾ എഴുതി തന്നിരിക്കുന്നത്? ഇല്ല, ദൈവം പരിശുദ്ധാത്മാവിലൂടെ പല ആളുകളിലൂടെ എഴുതി. ദൈവവിശ്വാസീയമാണ് വചനം, എല്ലാം പരിശുദ്ധാത്മ പ്രേരിതമായി ദൈവ മനുഷ്യനാണ് ഇത് എഴുതിയത്, അല്ലെ? അത് അവിടെ എഴുതി പോയിരിക്കുന്ന കാര്യങ്ങൾ, എഴുതിയിരിക്കുന്ന വാക്കുകൾ, ഉപയോഗിച്ചിരിക്കുന്ന ലിറ്ററേച്ചർ, അത് കൃത്യമായിട്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയത് കൊണ്ട് ആ വികാരങ്ങളും വിചാരങ്ങളും അതിനകത്ത് പലപ്പോഴും ആ വൈകാരികമായ വാക്കുകളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതി ഈ വികാരങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു കാര്യത്തില് മാനുഷികമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാനുഷിക വികാരങ്ങൾ പലപ്പോഴും വാക്കുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇത് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണ്. അത് നോർമലി നമ്മൾ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാം.